ഇതൊരു കോഴി ഫാമാണ്. കോഴികളെ ലെയറുകളായി സജ്ജീകരിച്ച കൂട്ടിൽ വളർത്തുകയാണ്. അതിനെ ലെയർ ഫാമിംഗ് രീതി എന്നാണ് പറയുന്നത്. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ഷെഡാണിത്. ഇതിനുള്ളിൽ ഏകദേശം 1300ഓളം കോഴികളെ വളർത്താൻ കഴിയും. അപ്പോൾ 1300 കോഴികളാകുമ്പോൾ ഏകദേശം 1000 മുട്ട എന്ന കണക്കിലാണ്. 1000 മുട്ട ഒരു ദിവസം പ്രൊഡക്ഷൻ നടക്കണമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ വാർഷിക മുട്ട ഉപഭോഗമെന്ന് പറയുന്നത് ഏകദേശം 565 കോടിയാണ്. ഏകദേശം 2023 കണക്ക് പ്രകാരമാണ്. അതിൽ കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 260 കോടി മുട്ടകൾ മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന 300 കോടിയിൽ, അതായത് പകുതിയിലധികം മുട്ട വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇത്തരം ലെയർ ഫാമിങ്ങിലൂടെ മുട്ട ഉൽപ്പാദനം വളരെ ഉയർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനും കഴിയും. കാരണം വളരെ ഈസി ആയിട്ട് ഇതിനെ കോഴികളെ കൈകാര്യം ചെയ്യാനും അതിന് തീറ്റ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മുട്ടകൾ കളക്ട് ചെയ്യുന്നതിനുമൊക്കെ വളരെ ഈസിയാണ് ഇത്തരം മെത്തേഡുകൾ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം ആഴ്ചയിൽ 30 ലക്ഷത്തിലധികം മുട്ടകൾ വിൽക്കപ്പെടുന്നുവെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇത്തരം കൃഷി രീതികളിലൂടെ പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കും. കൂടാതെ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഈ 1000 കോഴി 1300 കോഴി എന്നുള്ളത് 2600 കോഴികളായാലും ഒരാൾക്ക് തന്നെ ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.